ഹായ് ഹലോ നമസ്കാരം. അമൃതാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ പറ്റിയ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയെടുത്താലോ? കടലമാവ് വെച്ചിട്ട് കുറച്ച് പച്ചക്കറിയും കൂടിയിട്ട് അതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചേറെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിവേപ്പില നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ എരിവിലേക്ക് ആവശ്യമായ 3 പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത്. നന്നായി എരിവുള്ള പച്ചമുളകാണ്. അതിൻ്റെ കൂടെ തന്നെ വലിയ സൈസ് സവാള ഒരെണ്ണം ഇതുപോലെ ചോപ്പ് ചെയ്തതാണ്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് വേണം മുറിക്കാനായിട്ട്. ഇതും കൂടിയിട്ട് ഒരു 10 സെക്കൻഡ് മാത്രം എണ്ണയിലിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 മീഡിയം തക്കാളിയാണ് ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടിയിട്ട് 1 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ. തക്കാളി ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി, വെന്തുടഞ്ഞു പോകണ്ട. 1 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ. ഇത്രയും മതിയാവും. ഇതാണ് കറക്റ്റ് പാകം. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഉള്ളിയുടെയും മറ്റ് വെജിറ്റബിൾസിൻ്റെയൊക്കെ ക്രഞ്ചിനെസ് ഒന്നും കുറയാൻ പാടില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ഭാഗം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതും ക്യൂബാക്കിയതാണ്. കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ചേർത്താണ്, ഇല്ലെങ്കിൽ ഒഴിവാക്കാം, പ്രശ്നമില്ല. അതും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ഞാനൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിളക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ വെജിറ്റബിൾ മിക്സിലേക്ക് 1 ടീസ്പൂൺ നിറച്ചും സാമ്പാർ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാമ്പാർ പൊടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 പിഞ്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതും ഒരു 1/2 മിനിറ്റ് മാത്രം വെജിറ്റബിൾസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന കടലമാവ് മിശ്രിതം ചേർത്ത് കൊടുക്കാം. കട്ടിയില്ലാതെ കലക്കി വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ ഫ്ലെയിം ലോയിൽ വെക്കാം. എന്നിട്ട് ആവശ്യമുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 കപ്പ് മൊത്തം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയമിലാക്കി കൊടുക്കാം. മിക്സ് ചെയ്ത് നോക്കി ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി കൊടുത്തിട്ട് ഒന്ന് തിള വരുന്നവരെ മാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. വെള്ളം പോരാ, ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവി കുറച്ചുകൂടി നീട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ പാകം. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഗ്രേവി. ഇത്രയും മതിയാകും എനിക്ക്. ഉപ്പ് നോക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിള വരട്ടെ. കണ്ടോ, ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒരുപാട് തിളച്ച് കുറുകണം എന്നൊന്നുമില്ല. ചെറുതായിട്ട് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാം. അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കടലമാവും ഉള്ളിയും തക്കാളിയും മാത്രം ഉണ്ടെങ്കിൽ 10 മിനിറ്റ് തന്നെ അധികമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി ഇതുപോലെ നല്ല ഒരു ഐറ്റമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.